വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. PG എല്ലാത്തിനെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. PG പ്രോഗ്രാംസ് 2025 ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ എം.കോമിലെ 5 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. PG പ്രോഗ്രാംസ് 2025 ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് 6 MA/MSc M.Com എല്ലാതും ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ റെഗുലർ എക്സാമിനേഷൻസ് ജൂലൈ 2026. It is notified that the registration for the first semester regular examinations of PG programs 2025 July admissions shall commence from 17/6/2026 through the link provided in the university website. അപ്പോൾ 17-ാം തീയതി മുതൽ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റിൻ്റെ ഇതാണ്. വിതൗട്ട് ഫൈൻ 27/6/2026, വിത്ത് എ ഫൈൻ ഓഫ് ₹210 29/6/2026, സൂപ്പർ ഫൈനോടുകൂടി 525 1/7/2026. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് എക്സാമിനേഷൻ 12-ാം തീയതിയാണ്, ജൂലൈ. സോ ഫീ ഡീറ്റെയിൽസ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ഫീ ഫസ്റ്റ് സെമസ്റ്ററിൽ വിതൗട്ട് ഫൈൻ 1380, വിത്ത് എ ഫൈൻ 1590, ദെൻ സൂപ്പർ ഫൈനോടുകൂടി ആകുമ്പോൾ 1905. ഇതാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ, അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ. സോ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. സോ പഠിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ പഠിതാവ് പഠിച്ചതോ നിലവിൽ പഠിക്കുന്നതോ ആണെന്ന് ഉറപ്പാക്കുക. രജിസ്ട്രേഷന് ശേഷം വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ വിജയകരമാണെന്ന് സ്ഥിരീകരിക്കുക. പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ പഠിതാക്കളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. ദെൻ പരീക്ഷാ വിജ്ഞാപനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതിയിൽ പരീക്ഷാ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും. പരീക്ഷാ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്ത കോഴ്സുകളും പരീക്ഷാ കേന്ദ്രവും പരിശോധിക്കുക. എക്സാം സെൻറ്ററിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഒരുപാട് സെൻറ്ററുകൾ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റും അവിടെ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ആരംഭിക്കുക കേട്ടോ. ഇനി നമുക്ക് ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഞാൻ നേരെ പോകുന്നത് M.Com ആണ്, നമ്മുടെ M.Com അല്ലേ. സോ M.Com-ൻ്റെ ടൈം ടേബിൾ ഇതാണ് വരുന്നത്. സോ 12-ാം തീയതി ജൂലൈ റിസർച്ച് മെത്തഡോളജിയാണ് ആദ്യത്തെ പേപ്പർ. ദെൻ 18-ാം തീയതി ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. പിന്നെ 19-ാം തീയതി സൺഡേ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ദെൻ 25-ാം തീയതി ബിസിനസ് അനലറ്റിക്സ്. ദെൻ നെക്സ്റ്റ് 1/8/2026 പ്രാക്ടിക്കൽ ടാക്സേഷൻ, ലാസ്റ്റത്തെ എക്സാം വരുന്നത്. ടൈമിങ് മോർണിംഗ് ആണ് കേട്ടോ, ഞാൻ കാണിച്ചെന്നില്ല, അതും കൂടിയും പറയാം, ഇനി അത് തെറ്റിപ്പോകണ്ട. മോർണിംഗ് ആണ് എക്സാമിൻ്റെ ടൈം വരുന്നത്, 10 AM to 1 PM. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രാവശ്യം എടുത്ത സെൻറ്റർ മാറ്റാൻ സാധിക്കും, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പോസിബിളാണ്. എക്സാം സെൻറ്ററിൻ്റെ കാര്യമാണ് മെയിനായിട്ട് കുട്ടികൾക്ക് അറിയേണ്ടത്. പഠിതാവ് തിരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതിനായി അസൗകര്യം ഉണ്ടാകുന്ന പക്ഷം അവിടെ സീറ്റില്ലെങ്കിൽ മറ്റൊരു ജില്ലയെ ബദൽ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കാണ്ട് ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട്. കണ്ടോ, ഓരോ ജില്ലയിലത്തെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് എവിടെയൊക്കെ ഉണ്ട്. കോട്ടയം,
പിന്നെ ഹോളി ഗ്രേസ് അക്കാഡമി, അൻസാർ വിമൻസ് കോളേജ്, പാർമേക്കാവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ദെൻ തൃശ്ശൂർ മറ്റൊരെണ്ണം അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് മെയിനായിട്ട് വരുന്നത്, ദെൻ പാലക്കാട് ഒരു ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജ്. അപ്പോൾ ഓരോ കോളേജസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് എക്സാം ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇനി മെയിനായിട്ട് എന്താ, സ്മാർട്ട് സ്റ്റഡി വീഡിയോസാണ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ ടാക്സേഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 സബ്ജക്ട്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഓരോ പാർട്ടിലും ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.